വേണു പോയിട്ട് ഒരു വർഷമായി. വേണു ഇല്ലാത്തൊരു വർഷം നമ്മളൊക്കെ ജീവിച്ചു, കോഴിക്കോടും ജീവിച്ചു. ഈ ഒരു വർഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണു പോയത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും നമ്മുടെയൊന്നും ജീവിതം അത്ര സുഖകരമായിരുന്നില്ല, പണ്ടുമല്ല. ഈ ഒരു കൊല്ലം വളരെ മോശമായിരുന്നു. അപ്പൊ നമ്മള് വല്ലപ്പോഴും ഒക്കെ വേണുവിനെ കണ്ടിട്ടൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. വേണു എങ്ങനെയുണ്ട്, അന്ന് ശരിയല്ല ഇഷ്ടമാണ് വേണു പറയും. അപ്പോ ഇങ്ങനെയുള്ള കുറെ കുട്ടികളൊക്കെ ഇപ്പോഴും വേണുവിന് വേണ്ടിയുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇന്ന് വന്ന ഈ സംസാരിക്കാൻ വന്ന ആ മൂഡിലല്ല ഇപ്പൊ എനിക്ക് കുറെ കൂടി സന്തോഷം തോന്നുന്നു. വേണു ഇസ് അറൗണ്ട്, നോട്ട് അലോൺ, നോട്ട് ഓൺലി വിത്ത് മീ, നോട്ട് ഓൺലി വിത്ത് ആനന്ദു, വേറെ ആൾക്കാർ വേണുവിന്റെ സഹയാത്രിക കൂടി ഉണ്ട്. താങ്ക് യു വേണു. നമ്മള് ഒരു കൊല്ലം താങ്കൾ ഇല്ലാണ്ടും ഞാനൊക്കെ ജീവിച്ചു. കുറെ കൊല്ലം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടൊന്നും അങ്ങനെ കാണാറില്ല കൂടുതല. പക്ഷെ ഞാനൊക്കെ ജീവിതം എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഒരു ജീവിതം തുടങ്ങിയത് വേണുവിന്റെ ഒക്കെ കൂടെയാണ്. അതിന് വലിയ കാരണക്കാരനായിരുന്നു വേണു. അതിപ്പോ ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ കുറെ സ്ഥലത്ത് വേണുവിനെ പറ്റി സംസാരിച്ചു. ഞാൻ വേണുവായിട്ട് കണ്ട അവസാനത്തെ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം 2024 ജനുവരി അവസാനം ഞാനും എൻ്റെ മകൻ യാദവൻ എന്നാണ് അവൻ്റെ പേര്, ഞാനും യാദവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജേഷ് എന്ന് പറഞ്ഞ ഞങ്ങള് 3 ആൾക്കാരോ വേറൊരു സുഹൃത്തും കൂടെ 4 പേരും കൂടെ ഇങ്ങനെ വരുമ്പോൾ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് ഞാൻ വേണുവിനെ വെറുതെ ഫോൺ ചെയ്തു. അപ്പൊ കുറെ കാലമായി വേണുവിനെ കണ്ടിട്ടു. വേണുവിനെ കാണാണ്ട് അങ്ങനെ അധികകാലം ആവാറില്ല അന്ന്, കുറെ കാലമായി. അപ്പൊ ഞാൻ വേണുവിനെ വിളിച്ചു പറഞ്ഞു, വേണു ഞങ്ങളിങ്ങനെ കോഴിക്കോട് വഴിക്ക് അന്ന് ഉച്ചയ്ക്ക് മറ്റോ ഒരു തീവണ്ടിയിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. വേണുവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വേണു എങ്ങനെയൊക്കെയോ സൗകര്യപ്പെടുത്തി. അന്ന് ഇവരൊക്കെ ഉണ്ട് വേണുവിന്റെ കൂടെ, ഇവര് എല്ലാവരും കൂടെ SM സ്ട്രീറ്റിൽ എന്തോ ഒരു പർച്ചേസിനൊക്കെ പോയപ്പോ അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് തീരെ ആരോഗ്യമൊക്കെ കുറഞ്ഞ ഒരു വേണു അന്ന് ഞങ്ങൾ അന്ന് ഒരു ഹോട്ടൽ, ഏതായിരുന്നു ആ ഹോട്ടൽ, സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലിൽ എത്തിയപ്പോ അവിടേക്ക് വേണു വന്നു. അപ്പൊ വന്നപ്പോ ഞങ്ങളെല്ലാരും സന്തോഷിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ യാദവന് ജനിച്ച ഒരു 3-4 മാസം മുൻപ് മുതൽ വേണു കാണാൻ തുടങ്ങിയതാണ്. വേണു അവനിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ തന്നു. അപ്പോൾ യാദവന് 40 വയസ്സിന് മേലെയായി. അതൊരു വലിയ മനുഷ്യൻ. അപ്പൊ യാദവനെ നോക്കി കുറെ നേരം ഇയാളിങ്ങനെ നോക്കി. ഞാൻ വേണു ഒരു യാദവൻ. അപ്പൊ അയാളിങ്ങനെ ഒരുപാട് നേരം തോന്നും. അതൊരു വല്ലാത്ത നെൽപ്പായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഓനൊക്കെ വലുതായില്ല. അപ്പൊ എന്നോട് പറഞ്ഞത്, ഒരു ആശുപത്രി വാസം കഴിഞ്ഞ് വേണു തിരിച്ചെത്തിയിരിക്കുക ആ ദിവസങ്ങളിൽ അവശനാണ് വേണു. അപ്പൊ പറഞ്ഞു KP കുമാരന്റെ സിനിമ ഗ്രാമവിഷത്തിലെ കുയിൽ എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ പേരൊന്നും പറഞ്ഞില്ല, KP കുമാരന്റെ സിനിമ ഇറങ്ങിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത് ഞാൻ എഴുതി എവിടെയോ, ഇത് കുമാരേട്ടൻ അദ്ദേഹത്തിന്റെ വേണു അനുസ്മരണത്തിൽ ഇത് പറഞ്ഞെഴുതിയിരുന്നു. അവൻ അവസാന കാലത്തും എൻ്റെ സിനിമയെ പറ്റി പറഞ്ഞു. അപ്പൊ അത് എനിക്ക് പുതുമയല്ല. കാരണം വേണു നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട്, നമ്മൾ കുറെ ഫിലിം മേക്കേഴ്സിനെ കൂടി ചില സിനിമകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉള്ള കാലം മുതൽ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളാണ് വേണു എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കേട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് വേണു പറയാറില്ല. വേണു പറയും, നമ്മുടെ ഗോപാലകൃഷ്ണന്റെ സിനിമ, നമ്മുടെ KG ജോൺസിന്റെ സിനിമ, അല്ലെങ്കിൽ നമ്മുടെ പവിത്രന്റെ സിനിമ, ചിന്തരയുടെ സിനിമ, അല്ലെങ്കിൽ എൻ്റെ TV ചന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമ, അല്ലെങ്കിൽ ഇങ്ങനെ പുതിയതായി മലയാളത്തിൽ ശ്രമിക്കാൻ തുടങ്ങുന്ന എല്ലാ ആൾക്കാരെയും നിരന്തരമായിട്ട് തൻ്റെ ഒരു ബാധ്യത പോലെ ഇയാൾ കൊണ്ടു നടന്നിരുന്നു. എന്തിനായിരുന്നു?
ഇന്നിപ്പോ ആലോചിച്ച് നോക്കുമ്പോൾ എന്തിനായിരുന്നു നമുക്ക് പറയണമെങ്കിൽ ഇന്നിപ്പോ മനസ്സിലാവുന്നതായി ചെറുപ്പക്കാർ വരെ ഉണ്ട് വേണുവിന്റെ കൂടെ. ഇതിനായിരുന്നു. ഇത് സിനിമ നന്നാകണമെന്നുള്ളതല്ല, ഒരു സിനിമ എങ്ങനെ നന്നാവും, ഒരു പ്രത്യേക സൊസൈറ്റി, ഒരു സമൂഹം, ഈ സമൂഹത്തിന് എങ്ങനെ, വലിയ വാക്കുകളൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല, വേണുവിനും ഇഷ്ടമല്ല, സമൂഹത്തിനെ വലുതാക്കണം നമ്മൾ പറയാറില്ല. പക്ഷെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെങ്കിലും നന്നായ രീതിയിൽ ചെയ്യണമല്ലോ എന്ന ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം പത്രപ്രവർത്തനം നടത്തിയത്. കടമറ്റ് രാമകൃഷ്ണന്റെ കവിതകൾ പബ്ലിഷ് ചെയ്തത്, നിരന്തരമായി പുസ്തകങ്ങൾ, നിരന്തരമായി. നമ്മൾ അന്ന് തമാശയ്ക്ക് പോലും പറയും, വേണുവിന്റെ കയ്യിലുള്ള അത്രത്തോളം പബ്ലിഷിംഗ് പേരുകൾ വേറെ ആരുടെ ഉണ്ടാവില്ല, അത്രത്തോളം ഉണ്ടാവും. പലതും നടക്കൂല. സ്പോർട്സ് മാഗസിൻ എന്തെങ്കിലുമൊക്കെ. ഇടയ്ക്ക് വേണു 82-ലായിരിക്കണം, 82-ൽ വേണു മദ്രാസിൽ വന്നു. ഞാൻ അന്ന് മദ്രാസിൽ കുറെ കാലം താമസിച്ചിരുന്ന ഒരു കാലത്ത് മദ്രാസിലേക്ക് വരുന്നു പോലും. അപ്പോൾ വേണുവിന് വേണ്ടത് സൈക്കോ മാഗസിൻ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യണം. അതിൽ യാതൊരു ആവശ്യമില്ല, മലയാളത്തിൽ തന്നെ ആ മാഗസിൻ നടക്കുന്നില്ല, അപ്പൊ ഇംഗ്ലീഷിലും വേണം. വേണു വരികയാണ്. ഇങ്ങനെ ഒട്ടും ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അപ്രായോഗികമായ കാര്യങ്ങൾ എനിക്ക് വേണം ആലോചിക്കാം. പക്ഷെ വന്നപ്പം ഇംഗ്ലീഷ് തുടങ്ങണം. ഹിന്ദുവിൽ ഒരു പരസ്യം കൊടുക്കുന്നു, സൈക്കോ. അന്ന് ഹിന്ദുവില് നമുക്ക് പരിചയമുള്ള ആരൊക്കെയോ ഉണ്ട്. ശശികുമാരൻ നമ്മളുമായിട്ട് കൂടുതൽ അടുപ്പമായിട്ട്, ശശികുമാറിന്റെ ചിന്തയെ സിനിമയോ കഴിഞ്ഞു എങ്കിൽ പോലും അത്ര ക്ലോസ് ആയിട്ടില്ല. അപ്പൊ നമ്മളിത് പരസ്യം കൊടുക്കുന്നു. അന്ന് വേണു ഒരു 10 ദിവസത്തോളം എൻ്റെ വീട്ടിലാണ്. രേവതി എൻ്റെ കൂടെ ജീവിക്കുന്ന, അന്നും പിന്നും ജീവിക്കുന്നത്. അപ്പൊ രേവതിയായിട്ട് വളരെ അടുപ്പത്തിലാവുന്നത് വേണു ആ കാലത്താണ്. അപ്പോൾ 10 ദിവസം അവിടെ താമസിക്കുന്നു. നമ്മളിങ്ങനെ അഡ്രസ്സ് കൊടുത്തിട്ട് പരസ്യം കൊടുത്തപ്പോൾ പെട്ടെന്ന് അതിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത മട്ടിൽ ഉള്ള റിസപ്ഷൻ കിട്ടുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാസത്തിന്റെ ഇതില്ലേ, മാസത്തിൽ എന്താ കൊടുക്കുക, കൈൻഡ് ഓഫ് സബ്സ്ക്രിപ്ഷൻ, പൈസ വരുന്നു. അപ്പൊ ഈ പൈസ വരുന്നത് എൻ്റെ പേരിലല്ല, എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അന്നൊരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹേമാവിൻ കാതലുകൾ തമിഴ് സിനിമ. അത് ഒരു ഓൾമോസ്റ്റ് തീരാറായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ ഗംഗാധരൻ, അവന്റെ പേര് ഗംഗ എന്നാണ്, ഗംഗാധരൻ എന്നാണ് അവന്റെ പേര്. അവൻ കാട്ടാക്കട ഗംഗാധരനാണ്. പക്ഷെ അവൻ തമിഴ് സിനിമയ്ക്ക് വേണ്ടി ഗംഗ എന്ന് പേര്. അതിന്റെ ഏറ്റവും തമാശ, പെട്ടെന്ന് ഞാൻ പലയിടത്തേക്കും പോകും. ഈ സിനിമയായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ സാക്ഷാൽ OV വിജയനെ കാണുന്നു. OV വിജയനോട് ഞാൻ പറയുന്നു, ഈ സിനിമ, തമിഴ് സിനിമ കാണണം. അപ്പൊ വിജയൻ ഇങ്ങനൊരു താണ ശബ്ദത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട്, എന്താണ് പേരെന്ന് ഗംഗ ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു ഗംഗ. അപ്പൊ വിജയൻ പറഞ്ഞു എങ്കെ. അപ്പൊ ആ ഗംഗയുടെ ടോൺ വെച്ചിട്ട് അയാള് എങ്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല വിജയ, ഇത് കാട്ടാക്കണേ ആണോ എന്ന് ചോദിച്ചു. അത് എഴുതുക പോട്ടെ. ഇത് സോറി, ഞാൻ എഴുതിലേക്ക് പോയാ. അപ്പൊ ഈ ഗംഗയുടെ അഡ്രസ് ആയിരുന്നു സൈക്കോ ഇംഗ്ലീഷ് സൈക്കോയ്ക്ക് വേണ്ടു കൊടുത്തത്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിന്നപ്പോഴേക്കും ഒരുപാട് പൈസ വരുന്നു. എന്ന് വെച്ചാൽ അന്ന് എന്തോ 15 രൂപയോ 20 രൂപയോ ഉണ്ട്. അപ്പൊ 20 രൂപ വെച്ച് പലരും, കാരണം സൈക്കോയെ പറ്റി പലർക്കും അറിയാം. അങ്ങനെ വായിച്ചിട്ടുള്ള മലയാളികളായിരിക്കാം, അവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് വരുന്നു. അപ്പൊ 10 ദിവസം കഴിയുമ്പോഴേക്കും വേണുവിന് നിൽക്കാൻ വയ്യ. കാരണം വേണുവിന് ഒരു കാലത്തും ഒരാഴ്ചയ്ക്ക് മേലൊന്നും കോഴിക്കോട് വിട്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു, എല്ലാ കാലത്തും. അതെനിക്കറിയാം. കാരണം അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ വേണു പലതരം കടബാധ്യതകളിൽ എല്ലാ കാലത്തും തിരിഞ്ഞടിച്ചിരുന്ന ഒരാളാണ്. വേണുവിന് ഈ പൈസ എടുത്ത് ഓന് കൊടുത്തില്ലേ, ഓൻ കേസ് കൊടുക്കുന്നൊക്കെ പറയണത് അത് നിരന്തരമാണ് വേണം. അപ്പൊ ഇതെന്താ വെച്ചാൽ അഗ്രഹാരത്തിൽ കഴുതയുടെ 2ാം ഷെഡ്യൂൾ നടക്കാനായിട്ട് പട്ടത്തുള്ള കരുണാകരന്റെ പൈസയുമായിട്ട് വേണു വരുമ്പോ ഞാൻ ജോണബ്രാമിന്റെ അസിസ്റ്റന്റ്, അങ്ങനൊന്നും പറഞ്ഞുകൂടെങ്കിലും അയാളുടെ അസിസ്റ്റന്റ്, അയാൾ പോലും അയാളുടെ ആരുമല്ല. അപ്പൊ ഞാൻ അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നടക്കണ്ടേ. അപ്പൊ ആ സിനിമയിലേക്ക് വേണു വരുന്നു. ഈ പൈസയായിട്ട് എന്തോ പൈസ ഉണ്ട്.
ഈ പൈസ കൊടുത്തത് പട്ടത്തുള്ളക്കാരനായിരുന്നു ഈ ഷെഡ്യൂൾ നടക്കാനായിട്ട്. അപ്പോൾ വേണു വന്ന് 5000 രൂപ ആയിരിക്കണം, അന്നൊരു വലിയ തുകയാണത്. ആ പൈസയായിട്ട് വേണു വരുന്നു. വന്നപ്പോൾ വേണുവിൻ്റെ കൂടെ ബാങ്ക് രവി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാലത്തെയും ചിലകാല സുഹൃത്ത് ബാങ്ക് രവിയുണ്ട്. ബാങ്ക് രവിയായിട്ട് വന്നിട്ട് വേണു പറഞ്ഞു, അപ്പോഴും വേണു പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, കേസ് വരും. കാരണം ഒരാഴ്ചക്കുള്ളിൽ നിന്നാൽ വേണുവിൻ്റെ പേരിൽ കേസ് വരും, പല ചെക്കുകളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് അതിന് പകരം ഈ പൈസ ബാങ്ക് രവിയെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. കാരണം ഓൻ്റെ ഏൽപ്പിക്കുക, അവൻ ലോക പിശുക്കനാണ്, ആർക്കും പൈസ കൊടുക്കില്ല. അപ്പൊ ഈ ബാങ്ക് രവി പിശുക്കനായതുകൊണ്ട് ബാങ്ക് രവിയുടെ ഈ പൈസ കൊടുത്തിട്ടാണ് വേണു തിരിച്ചു പോകുന്നത്. അപ്പൊ നമ്മളൊക്കെ ബാങ്ക് രവി എങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു, പൈസയുള്ള ഒരാൾ ജോണും നോക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഷൂട്ടിങ്ങിനിടയിൽ കാണുന്നത് ഈ ജോൺ ഇങ്ങനെ ബാങ്ക് രവിയുടെ പുറകെ രവി മറ്റിങ്ങനെ നടക്കുന്ന. അപ്പൊ രവി കൊടുക്കൂല. ജോൺ സിനിമയുടെ ആവശ്യത്തിനല്ല, ജോണിന് സ്മോൾ വേണം, അത് രവിക്ക് കൊടുക്കൂല. അങ്ങനെയായിരുന്നു അഗ്രഹാരത്ത് കഴിയുന്നതാണ്. അപ്പൊ എല്ലാ കാലത്തും വേണുവിന് എപ്പോഴും ഒരാഴ്ച കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് വിളി വരും. എന്താ ഒരു സിനിമയുടെയും കൂടെ വേണു പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ അഗ്രഹാരത്ത് കഴിഞ്ഞ തമിഴ് സിനിമയാണ്. അതിൽ വേണുവിൻ്റെ കാര്യം വേണു ഉള്ളതുകൊണ്ടാണ് ആ സിനിമ നടന്നുപോയത്. എൻ്റെയൊക്കെ സിനിമകളിൽ നടന്നു പോകാനുള്ള ഏക കാരണവും അവസാന കാരണവും വേണുവായിരുന്നു. അല്ലെങ്കിൽ ചിന്തരവിയുടെ സിനിമ ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മളിപ്പോൾ അനന്തുവിനൊക്കെ അറിയാം. അനന്തൊക്കെ യു വോണ്ട് ബിലീവ് ഇറ്റ്, ഒരു പ്രസിദ്ധ നടനാണ് ഇരിക്കുന്നത് ആ സിനിമയിൽ. അപ്പോ അവിടെ ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ സിനിമയ്ക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ചെല്ലുന്നത് കുറെ വൈകിട്ടാണ്. കാരണം ആ സിനിമ കുറെ ദിവസങ്ങളിൽ നടന്നതിന് ശേഷമാണ്. എനിക്ക് എന്നെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറെ സമയം കഴിഞ്ഞു. ഞാൻ ചെല്ലുന്ന ദിവസം ഞാൻ കാണുന്നത് മൂർത്തി എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ. ഈ മൂർത്തി എന്ന് പറഞ്ഞ ക്യാമറമാൻ അതിഥി എന്ന് പറഞ്ഞ KP കുമാരന്റെ സിനിമയുടെ ക്യാമറമാനായിരുന്നു. അതാണ് അദ്ദേഹം മലയാളത്തിൽ ചെയ്ത ഏറ്റവും പ്രസക്തമായ സിനിമ. ഇന്നും മലയാളത്തിലെ ഏറ്റവും പ്രസക്തമായ സിനിമകളിലൊന്നാണ് KP കുമാരന്റെ ആ സിനിമ. പക്ഷെ ഞാൻ ഇതിന്റെ പരിചയപ്പെടുന്നത് അഗ്രഹാരത്ത് കഴുത എന്ന് പറഞ്ഞാൽ ജോണബ്രാവിന്റെ സിനിമയുടെ അവസാന ഭാഗങ്ങൾ. ശരിക്കും അതിന്റെ ക്യാമറമാൻ രാമേന്ദ്ര ബാബുവായിരുന്നു. രാമേന്ദ്ര ബാബുവിന് എന്തൊക്കെയോ അസൗകര്യങ്ങൾ കൊണ്ട് അതിന്റെ അവസാന ഭാഗങ്ങൾ ഈ മൂർത്തിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ അങ്ങനെയാണ് ഞാൻ മൂർത്തിയെ പരിചയപ്പെടുന്ന. ആ ദിവസങ്ങളിൽ ഞാൻ മൂർത്തിയുടെ കൊണ്ടുവരുന്നത് 5-6 ദിവസം. കട്ട് ബാക്ക്. ഞാൻ ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ചെലവ് വേണു, ചിന്തരവി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു 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 ക്ലാസ് റൂമിലാണ് അന്നത്തെ ഷൂട്ട്. അപ്പൊ അവിടെ അനന്തനുണ്ട്, നമ്മുടെ അനന്തകൃഷ്ണൻ നടന്നതല്ല, TK വന്നിട്ടുണ്ട്. നമ്മുടെ സാക്ഷാൽ TK രാമേന്ദ്രൻ. TK രാമേന്ദ്രനും അനന്തകൃഷ്ണനും തമ്മിൽ എന്തോ ഒരു താത്വികമായ പ്രശ്നം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ഷൂട്ടിംഗ് ആണെന്ന് നമ്മൾ തോന്നുന്നില്ല. ക്യാമറയൊക്കെ ഉണ്ട്, അവർ തമ്മിൽ വേറെ എന്തോ തർക്കത്തില്ല. അപ്പൊ എന്നെ കണ്ടുകൊടുന്ന മൂർത്തി പറഞ്ഞു, മൂർത്തിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, ഐ ചന്ദ്രൻ സാർ, പ്ലീസ് ടെൽ ദം ദിസ് ഈസ് എ ഫിലിം ഷൂട്ട്. ഇവര് അതൊക്കെ മാറുന്നത് വലിയ ചർച്ചയ്ക്കിങ്ങനെ അത് ക്യാമറയൊക്കെ ഇന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചിന്ത പറഞ്ഞു, എടാ ഈ ഒന്നും പറയണൊന്നും. കാരണം അനന്തകൃഷ്ണനും TK തമ്മിലുള്ള ചർച്ച തീരുന്നില്ല. ഇവർക്ക് ഈ TKക്ക് ഈ സിനിമയിൽ ഒരു ചാൻസും ഇല്ല, ഒരു റോളും ഇല്ല. അനന്തകൃഷ്ണൻ വേറെ എന്തോ വേണം. പക്ഷെ അവര് തമ്മിൽ അവിടെ നിന്ന് അത് അങ്ങനെയല്ലേ ഇങ്ങനെയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെലവ് വീണു. അപ്പൊ അതിന്റെ മൊത്തം എന്താ പറയാ, അതിന്റെ കാരണക്കാരനെ ചെലവ് വീണു എന്നെ കണ്ടപ്പോൾ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കവരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ വന്നെന്ന് പറഞ്ഞാൽ, സോറി ഞാൻ ഈ ചെലവ് വീണു അവിടെ എത്തുന്നു. അതായിരുന്നു ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ. അതിനുശേഷം ദാറ്റ് വാസ് ഇൻ 79. അതിന് തൊട്ട് മുമ്പുള്ള 79 78 ആയിരുന്നു. അപ്പൊ പവിത്രൻ ഒരു സിനിമ ചെയ്യുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന പവിത്രൻ എന്ന് വെച്ചാൽ അത് പറയുമ്പോ ഒക്കെ വലിയ വിഷമുണ്ട്. കാരണം ചെലവുകളും ഒക്കെ ആയിരുന്ന എന്ന് പറയേണ്ടി വരും. പവിത്രനൊക്കെ ആയിരുന്ന എന്നാവുകയാണ്.
പവിത്രനൊക്കെ ഉണ്ട്, ശരിക്കുള്ള പവിത്രന ഇന്നും എൻ്റെ കൂടെ എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന പവിത്രൻ. ഞാൻ ഈ ഇറക്കാലത്തൊക്കെ എന്ത് ടെൻഷൻ വന്നാലും ഞാൻ അവനോട് ചോദിക്കും പവിത്ര. കാരണം പവിത്രനെ പവിത്ര എന്ന് മാത്രം വിളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എല്ലാവരും പവിത്രനെ പവി എന്നൊക്കെ വിളിക്കും. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ പവിത്ര എന്ന് വിളിക്കും. ശ്രീരാമനും അങ്ങനെ വിളിച്ചിരുന്നു. അപ്പം അത്തരം സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്ന പവിത്രൻ അവൻ ആരോ ഒരാൾ ഒരു സിനിമ ചെയ്തു, ഒരു തരം ഭ്രാന്തമായൊരു സിനിമ. ആ സിനിമയുടെ പുറകിൽ നിരന്തരമായിട്ട് ചെലവ് വീണോ. അപ്പം നമ്മൾ മലയാള സിനിമയുടെ ഒരു തരം പാരലൽ ചരിത്രം, അതായത് വലിയ മലയാള സിനിമകളല്ല, ഇപ്പൊ എന്താണ് 150 കോടി 250 കോടി എന്നൊക്കെ പറയുന്ന മലയാള സിനിമയായിട്ട് ഒരു കാലത്തും ചെലവ് നടന്നിട്ടില്ല. ഞാൻ ആലീസിന്റെ അന്വേഷണം സിനിമ ഇട്ട് പോകും. അതിന്റെ ആദ്യാവസാനം എന്ന് വെച്ചാൽ ആ സിനിമയുടെ തുടക്കം മുതൽ അതിന് ആളുകളെ കാസ്റ്റ് ചെയ്യുന്ന കാലം മുതൽ വേണുവും ഞാനും കുന്നംകുളത്തും വേണുവായും താമസാക്കുന്നു. അന്ന് വേണുവിന്റെ ചെറുപ്പകാലത്തെ പറ്റി അതിനോട് സംസാരിക്കുന്നു. ഒരുപാട് സമയം ഞങ്ങൾ ഒന്നിച്ച് കഴിയുന്നു. ആലീസിന് ശേഷം കഴിയും. അത് കഴിഞ്ഞ് കുറേ കാലം നമ്മൾ എന്താ പറയാ, ഞാൻ ഈ കുറച്ച് മനുഷ്യന്മാർ കാണുന്ന സിനിമകളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ കാശൊക്കെ കിട്ടി കഴിയുമ്പോൾ വേണു എൻ്റെ അടുത്ത് പോയി. വേണുവിന് ആവശ്യമില്ല. വേണു ആ നേരത്ത് വേറെ ആൾക്കാരെ അന്വേഷിച്ചു പോയി. മനസ്സിലായോ? വേണുവിനെ വിളിച്ചാലും വേണുവിന് കിട്ടില്ല. വേണു പറയും ഇയാൾക്ക് ചീഷ്ട, എനിക്ക് വേറെ പണിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവസാനം സ്വന്തമായൊരു സിനിമ എടുക്കാനായിട്ട് സൂസൻ എന്നൊരു സിനിമ എടുക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ വേണു സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. ഈ എന്താണ് അതിന് പറയാ, ഈ ട്രേഡ് യൂണിയൻ അങ്ങനത്തെ ആൾക്കാരുടെ എന്തോ ഒരു വൃത്തികെട്ട ലോഡ്ജ് അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ഒന്ന് താമസിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു സിനിമയുണ്ട്. അപ്പൊ വേണു പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, 10 പൈസ ഇല്ല, ഞാൻ സിനിമ എടുക്കണം. വേണു നമുക്ക് വകുപ്പുണ്ടാക്കാം. അപ്പൊ KP മോഹൻ എന്ന് പറഞ്ഞ വേണു സുഹൃത്തും ഉണ്ടായിരുന്നു, അന്നും ഇന്നുമുണ്ട്. അദ്ദേഹം അന്ന് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യും. അപ്പൊ KP മോഹനോട് വേണു എന്നെ വിളിച്ച് വ്യാപാരി വ്യവസായി സംഘടന അവരുടെ ഒരു ലോഡ്ജാണത് തിരുവനന്തപുരത്ത്, ഒരു വ്യാപാരി വ്യവസായി നമ്മൾ പറയും. അവിടെയാണ് വേണു വന്ന് താമസിക്കുക. അത് തിരുവനന്തപുരത്ത് സ്ഥലം ചെറിയ വാടക കിട്ടുന്നതായിരിക്കും. അപ്പൊ അവിടെ ചെന്നപ്പോ KP മോഹനെ വിളിച്ചു വരുത്തുന്നു. പിറ്റേ ദിവസം എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങണം. എൻ്റെ പൈസ ഒന്നുമില്ല, ഞാൻ ഒന്നുകിൽ നാടുവിടും അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ വേണു KP മോഹനെ വിളിച്ച് ഏഷ്യാനെറ്റിലെ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നു. അവരുമായിട്ട് ഞാൻ ചെല്ലുന്നു. അപ്പൊ വേണു പറഞ്ഞു ഞാൻ പുറകിൽ നിൽക്കും. ട്രിവാൻഡ്രം ഹോട്ടലിൽ പോയിട്ട് അന്നത്തെ ഏഷ്യാനെറ്റിന്റെ 2-3 ചെറുപ്പക്കാരുണ്ട്, അവരെ പോയി കാണുന്നു. പിറ്റേ ദിവസം എൻ്റെ സിനിമയ്ക്ക് അവര് പച്ചക്കൊടി കാണിക്കുന്നു. എൻ്റെ സിനിമ തുടങ്ങുന്നു സൂസൻ. പക്ഷേ വേണു പറഞ്ഞു എനിക്ക് കോഴിക്കോട് പോയി അത്യാവശ്യമുണ്ട്. വേണു ഈ ഷൂട്ടിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല. കാരണം വേണുവിന് അപ്പോഴും ചെക്ക് പ്രശ്നങ്ങളുണ്ട്. ഇത് എന്ന് അഗ്രഹാരത്തെ കഴിഞ്ഞ 15 കൊല്ലം 20 കൊല്ലം അത് നിരന്തരമായിട്ടുണ്ട്. എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല, ഇഷ്ടമാണ്, അയാൾ പോകും. പിന്നീട് ഈ സിനിമ തീരുമ്പോഴാണ് വേണു എന്നെ വീണ്ടും കാണുന്നത്. അപ്പൊ ആ സിനിമയൊന്നും ഒരു കാലത്തും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ കുറേ സിനിമകൾ ഉണ്ടായി ചത്തുപോയിട്ടുണ്ട്. അതിൽ ചില സിനിമകൾ ഉണ്ടായി പോയിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് ഈ സൂസന്ന. അതൊന്നും ഈ മനുഷ്യനില്ലെങ്കിൽ ഒരു കാലത്തും സുഹൃത്തുക്കളെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇതിനൊന്നും അയാൾ ഒരു ക്രെഡിറ്റും എവിടെയും എടുത്തതായിട്ട് ഇപ്പൊ കോയ മുഹമ്മദിനോടൊക്കെ ഞാൻ ചോദിക്കും. കോയ മുഹമ്മദിനോട് പുള്ളി നീണ്ട ഒരു വർത്താനം അതിലൊന്നും ഈ സൂസന്ന ഇല്ല. എന്താന്നറിയോ, പറയൂല അയാൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. അയാൾ ഇങ്ങനെ എപ്പോ നോക്കിയാലും തടി ഇങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി തടയിക്കൊണ്ട് വേറെ ആർക്കോ വേണ്ടി ചിന്തിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ജീവിക്കും. അപ്പൊ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും അയാളുണ്ട്. നമ്മുടെയൊക്കെ ഏതെങ്കിലും നന്മകളുടെ ഏതെങ്കിലും കൂട്ടായ്മകളിൽ അയാൾ ഉണ്ടാവും. ഇപ്പോ അയാളുടെ ആ ചെറിയ സൈക്കോ എന്ന് പറഞ്ഞ ഒരു ഓഫീസുണ്ട്. പല സൈക്കോ ഓഫീസുകളുണ്ട്, മാറി മാറി പോയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ആ മേജർ അലങ്കാർ ആ ബീച്ചിന്റെ അപ്പുറത്തുള്ള അവിടെ ആ സ്ഥലമൊന്നും ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ മധുരമനോജ്ഞമായ ഇന്ത്യ ഉണ്ടല്ലോ, എല്ലാം ഒറ്റയടിക്കാക്കുന്ന ഇന്ത്യ, ഈ ഇന്ത്യക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റില്ല. അവിടെ കോൺഗ്രസ്സുകാരുണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും,
നക്സൽ വരികളുണ്ടോ, എല്ലാരും പരസ്പരം ഇരുന്നുകൊണ്ട് ചായ കുടിക്കും, തർക്കിക്കും, അതിനൊക്കെ ചലൂർവീണോണ്ടിരിക്കും, തിരിച്ചു കളിക്കും. അങ്ങനെ ഒരു സ്ഥലം, can you ever imagine? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് ഇനി നമ്മുടെ പഴയ ഈ എന്താണ് കുട്ടിക്കാരോട് പറയുന്ന കഥകളിൽ, മുത്തശ്ശി കഥകളിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇങ്ങനെയും ഉണ്ടായിരുന്നു ഒരു നാട്, ഒരു സ്ഥലം. ആ സ്ഥലത്ത് ചെലവ് വീണെന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ചെറുതായിട്ട് താടിയൊക്കെ ശരിക്കൊണ്ട്, വലിയ താടിയൊന്നും ആവുകയില്ല, അത് എത്രയാവുള്ളൂ, അത് വളരൂല. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ട് എന്തിഷ്ടാണ്, എന്താണ് അയാളുടെ ടെൻഷൻ? അയാൾക്ക് എന്തൊക്കെയോ ടെൻഷനാണ്. നമ്മളോട് പറയും, ആ ജോർജിന്റെ സിനിമ 3-ാം ആഴ്ചയായി, ഓ ഡേവിസൺ തിയേറ്ററിൽ KG ജോർജിന്റെ ഒരു സിനിമ 3rd വീക്ക് കളിക്കുന്നുള്ളതിന്റെ സന്തോഷം. അപ്പൊ അതെന്തോ അയാളുടെ വീട്ടിലെന്തോ സംഭവിച്ചത് അയാൾ പറയും. അതേപോലെ പറയും, ആ ബ്രിട്ടീഷ് ഇഷ്ടമാണ്. ഇയാൾക്ക് എന്ത് പറഞ്ഞാലും ഇയാൾക്കാണ് അതൊക്കെ കിട്ടുന്നത്, എല്ലാ സംഭവങ്ങളും ഇയാൾക്ക് കിട്ടുന്നത്. ഇയാൾ ഇങ്ങനെ ഇതിനു വേണ്ടി നടന്നു. എന്നിട്ട് ആ KP കുമാരന്റെ സിനിമയ്ക്ക് ആളിന്റെ ഇഷ്ടം, അതിനും ഇയാൾ സങ്കടം, അതും നമ്മൾ സഹിക്കണം. എങ്ങനെ എല്ലാ കാലത്തും ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സിനിമകൾക്ക് വേണ്ടി, അതേ സമയത്ത് സിനിമയുടെ അപ്പോസ്തലൻ അല്ല അയാൾ 74 ഞാൻ ആദ്യമായിട്ട് ഈ കോഴിക്കോട് വന്ന് ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത് 74 ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇയാൾ നടത്തി. അന്നാണ് ആദ്യമായിട്ട് ഈ യൂറോപ്യൻ സിനിമകൾ കോഴിക്കോട്ടിൽ കാണുന്നത്. അതിനൊക്കെ വേണ്ടി എന്മാതിരി കഷ്ടപ്പാടുകൾ. അന്ന് ഈ സിനിമകളെ പറ്റിയൊക്കെ ആകെ പറഞ്ഞ് ധരിപ്പിക്കാവുന്ന ഒരാള് ഇയാളുടെ സ്ഥിരമായിട്ട് നടന്ന ചിന്തന വി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹവും എന്തിനാണെന്ന് നമുക്കറിയില്ല, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതൊക്കെ എഴുതുക, അതായത് ഈ ഓരോ മേജർ ഫിലിം മേക്കേഴ്സിന്റെ ചരിത്രങ്ങളൊക്കെ എഴുതി. അപ്പൊ അന്ന് വൈകുന്നേരങ്ങൾ, എനിക്കറിയാം, വൈകുന്നേരം സിനിമ കാണിക്കണം, അതിനു മുമ്പ് ഈ കക്ഷിയെ പറ്റിയുള്ള റിപ്പോർട്ട് വരണം. ഈ ഫിലിം മേക്കർ ആരാണെന്ന് അന്ന് കാണിച്ചിരിക്കണം. അപ്പോഴേക്കും ചിന്തകൻ എഴുതുന്നു, ചിന്തകൻ അവിടുന്ന് ഇവിടുന്നൊക്കെ റെഫറൻസ് വാങ്ങിച്ച് ഇത് എഴുതി അത് ചെയ്ത് അന്ന് രാത്രി അത് കാണിക്കുന്നു. ഈ കാണിച്ച ആൾക്കാർക്കൊന്നും 74 പോളിഷ് സിനിമ കണ്ടവരൊന്നും കോഴിക്കോട്ടൊന്ന് വളരെ വലുതായിട്ടൊന്നും സിനിമ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ആ കാലത്ത് T. ദാമോദരന്റെ ഒക്കെ സിനിമകൾ കണ്ട് ഞൊഴിക്കായിരുന്നു. പക്ഷേ അതിലെന്തോ ഒരു തൃപ്തി, ഒരു സന്തോഷം, ഒരു സമാധാനമൊക്കെ അനുഭവിച്ചിട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതായത് എടാ എന്നൊരു വിളിച്ചാൽ ആ വിളിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടാവും. ഞാൻ ഈ എടാ എന്നുള്ള വിളി ആദ്യം കേട്ടത് കമ്പനിയിൽ ചുവന്നപ്പോൾ ഞാൻ അഭിനയിച്ചു പോയ ഒരു സിനിമയുണ്ട്. ആ സിനിമ ഇവിടെ കാണിക്കുമ്പോൾ കോഴിക്കോട് വന്ന് PA ബക്കർ നമ്മുടെ വാസുവേട്ടനെ, MT വാസുദേവൻ നായരെയാണ് വിളിച്ച് പറയുന്നത്. അപ്പൊ വാസുവേട്ടൻ വന്ന അന്ന് ഒരു ഇംഗ്ലീഷ് ലൈനിൽ ഒരു ബ്ലർബ് പോലെ ഒരു സാധനം എഴുതുന്നു, വാസ് ഇറ്റ് എ മർഡർ എന്നൊക്കെ പറഞ്ഞിട്ടെന്തോ അദ്ദേഹത്തിൻ്റെതായ ഇംഗ്ലീഷ് വരികൾ എഴുതി പത്രക്കാർക്ക് കൊടുക്കുന്നു. അങ്ങനെ പുഷ്പ തിയേറ്ററിൽ നമ്മൾ ഈ സിനിമ കാണിക്കുന്നു. കമ്പനിയിൽ നിന്ന് ചുവന്നപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്ന് വരിക, ഞാൻ, പവിത്രൻ, PA ബക്കർ, ബിപിൻ ദാസ് എന്നൊക്കെ പറഞ്ഞൊരു സംഘം. ഇവരാരെയും അന്ന് കോഴിക്കോട്ടുകാർക്ക് പരിചയമില്ല. ആകെ എനിക്ക് പരിചയമുള്ളത് ചെറുപുഴയാണ്. ഞങ്ങൾ ഈ സിനിമ കാണിക്കും. സിനിമ കാണിച്ചിട്ട് അന്ന് അത് കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് വേണു ഒരു ബാറിൽ പോയി ഞങ്ങളൊരു ബീർ കഴിക്കുന്നു. അന്നൊക്കെ വേണു ഒരു ബീർ കഴിച്ചാൽ തന്നെ വേണു തല ഇറങ്ങി വീഴും. എന്നിട്ട് ആ ബീർ കഴിച്ചിട്ട് വേണു എന്നോട് പറഞ്ഞു എടാ എന്നാണ്. ഈ എടാ എന്നുള്ള വിളി ഞാൻ അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് ഈ സിനിമയെ പറ്റിയായിരുന്നു, കമ്പനിയിൽ നിന്ന്. അപ്പൊ വേണുവിന് ബക്കറിനെ അറിയണം. പിന്നീട് വേണു ബക്കറിനെ അറിയുന്നു, ബക്കറിന്റെ ചുവന്ന വിത്തുകളുടെ ആദ്യാവസാനക്കാരനായി മാറുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വിളി ഞാൻ കേട്ടിരുന്നു പിന്നീട്. അപ്പോ കഥാവശേഷം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്ത്, അത് തിരുവനന്തപുരത്ത് ഞാൻ ഇരിക്കുമ്പോൾ കോഴിക്കോട് ഇതേപോലെ അപ്സര ഏതോ തിയേറ്ററിൽ വെച്ച് വേണു കാണുന്നുണ്ട്. രാത്രി ഒരു 11 മണിയായപ്പോൾ എനിക്ക് വിളി വന്നു, എടാ. അപ്പൊ എന്തായാലും ആത്മഹത്യ ഞാൻ തോന്നുന്നുണ്ടെന്നാണ്. അത് കഥാവശേഷൻ ഒരു മനുഷ്യന്റെ ആത്മഹത്യയെ പറ്റിയുള്ള സിനിമയായിരുന്നു. അന്ന് വേണു പറഞ്ഞത്
ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നായിരുന്നു. ഇതായിരുന്നു എൻ്റെ സിനിമയെ പറ്റിയുള്ള അയാളുടെ അഭിപ്രായം. അപ്പൊ ഈ എടാവിളികൾ നിരന്തരമായിട്ട് ഞാൻ കേൾക്കുകയും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കേൾക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ എന്നും അറിയണോ, ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ബോറടിക്കും. കാരണം എനിക്ക് ഇയാളെ വിട്ടു പോകാൻ പറ്റില്ല. ഇയാള് എന്നെ വിട്ടും പോകില്ല. ഇയാളെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇയാളെ പറ്റി ആലോചിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ എൻ്റെ പ്രധാനമന്ത്രിയെ കൂടി വട്ടം ചുറ്റിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ എന്തോ ഒരു പഹൽഗാം എന്തോ പരിപാടിയുടെ ആൾക്കാരെയൊക്കെ വിളിച്ചു. എല്ലാവരും എന്താ നമ്മൾ കംപ്ലീറ്റ് അൾട്ടിമേറ്റ് സ്വാതന്ത്ര്യ സമരം വീണ്ടും വന്നു എന്തൊക്കെയോ നമ്മൾ ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നിയില്ല. പക്ഷെ എല്ലാ ചെറിയ സന്ദർഭങ്ങളിലും വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ എനിക്ക് ഒരുപാട് നല്ല മനുഷ്യന്മാർ എൻ്റെ കൂടെ ചുറ്റി കഴിഞ്ഞിരുന്ന കുറെ നല്ലവരവും ചീത്തവരുമായിട്ടുള്ള കുറെ ആൾക്കാർ ജോൺ മുതൽ ഇങ്ങോട്ട് തുടങ്ങും. അതിനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന എന്നും മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഇയാളെയൊന്നും ജീവിതത്തിൽ ഞാൻ വെറുതെ വിടൂല. അപ്പോ എന്നെ അയാളും വെറുതെ വിടൂല. അപ്പൊ ഞാൻ കരുതി ഈ പാവം സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട്, ഇവരൊക്കെ ആയിരിക്കും ഇനി വേണുവിനെ ഓർക്കുന്നത്. അല്ല, ഇപ്പൊ ഞാൻ കാണുന്ന നല്ല കുറെ ചെറുപ്പക്കാരിൽ തന്നെ കാറിക്കൊണ്ടിരുന്നവരൊക്കെ ഊഷ്മളമായ ബന്ധം വേണുമായിട്ട് വെച്ചിരിക്കുന്നവരാണ്. അപ്പൊ വേണു കോഴിക്കോട് ഉണ്ട്, വേണു എന്നും കോഴിക്കോട് ഉണ്ടാവും. I don't know ഞാനിത് എവിടെയാണ് നിർത്തേണ്ടത് എനിക്കറിയില്ല. പക്ഷെ വേണുവിനെ എല്ലാ കാലത്തും നമ്മള് CN ശ്രീധരനും വേണുവും തമ്മിലുള്ള ബന്ധമൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, CN ശ്രീധരൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ആരാന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുന്നത് CN കരുണാകരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. CN കരുണാകരന്റെ സഹോദരനായിരുന്നു CN ശ്രീധരൻ. CN ശ്രീധരനും വേണുവും കൂടിയാണ് ആലീസിന്റെ അന്വേഷണത്തിന് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു 4 ദിവസം മുമ്പ് CN ശ്രീധരന്റെ വീട് എറണാകുളത്താണ്. അപ്പൊ ആലീസിന് സാരികൾ വേണം, ആലീസിന് ധരിക്കാൻ സാരികൾ വേണം. ദാരിദ്ര്യമാണ് എന്റെ സിനിമ. അപ്പോ ശ്രീധരൻ പറഞ്ഞു, ശ്രീധരന്റെ ഭാര്യ ലീലാസ് നമ്മുടെ ഇടയിലുള്ള വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. ലീലാസിന്റെ സാരികൾ എടുക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ശ്രീധരന്റെ ഒരു മാരുതി കാറിൽ ഞങ്ങൾ ഷൂട്ടിംഗ് ഗുരുവായൂരിന്ന് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസമാണ്, I mean 1 day before ഞങ്ങൾ ഈ സാരി എടുക്കാനായിട്ട് എറണാകുളത്ത് പോകും. എറണാകുളത്ത് പോയി ലീലാസ് ആണെങ്കിൽ അയാളുടെ എല്ലാ സാരികളും, കുറെ കോട്ടൺ സാരികളുണ്ട്. ആ സാരികൾ കുറെയൊക്കെ പലതും നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സാരികളൊക്കെ ആയിട്ട് തിരിച്ച് സന്തോഷത്തോടു കൂടി, അതിനിടയിൽ കുറച്ച് കള്ളു കുടിക്കുമല്ലോ മനുഷ്യന്മാരല്ലേ, കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ വരുമ്പോ വേണു, ഞാൻ ഫ്രണ്ടിലിരിക്കുന്നു, ശ്രീധരൻ വണ്ടി ഓടിക്കുന്നു, വേണു പുറകിൽ കിടന്നുകൊണ്ട് താമരത്തുമ്പി വാ എന്നൊരു പാട്ട് പാടുന്നു. ക്യാൻ യു ഇമാജിൻ വേണു സിംഗിങ്? വേണു പാടിയിരുന്നു ഒരു കാലത്ത് താമരത്തുമ്പി വാ, താരാട്ട് പാടാൻ വാ. അപ്പോ ശ്രീധരൻ നല്ല മദ്യപിച്ച കണ്ടീഷനിൽ സ്ട്രോങ് ആയിട്ട് വണ്ടി ഓടിക്കുകയാണ്. എനിക്ക് പിറ്റേ ദിവസം ഷൂട്ടിംഗ് തുടങ്ങണം. ഞാൻ പറഞ്ഞു, നായിൻ്റെ മക്കളെ താമരത്തുമ്പി ഒന്നും വരണ്ട, പക്ഷെ എനിക്ക് തുടങ്ങണം സ്ഥലം. വേണു ഹാപ്പി ആയിട്ട് പാടുന്നു. ആ വേണുവിനെ എനിക്കറിയാം. വേണു ഒരു കാലത്ത് നമ്മൾ ആരും അറിയാതെ പാട്ടും പാടിയിരുന്നു. ആ വേണു എല്ലാ കാലത്തും നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത പ്രചോദനമായിട്ട്, കാരണം എനിക്കിനി പ്രചോദനത്തിന് ആവശ്യമില്ല. ഈ കാലത്ത് ഇനി പ്രചോദനം, ഞാൻ പറയുന്നത് ചെറുപ്പക്കാർക്ക് പ്രചോദനമായിട്ട് വേണു ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.